ഹായ്, വെൽക്കം ടു ഹോം ഡയറീസ്. കോസ്റ്റൽ ഏരിയയും അതുപോലെ തന്നെ പോർച്ചുഗലിന്റെ മുനിസിപ്പാലിറ്റിയുമായിട്ടുള്ള കാസ്കൈസിലേക്കാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഒരു 20 മിനിറ്റ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കസ്കൈസിലേക്ക് എത്തിയിരിക്കുകയാണ്. പാറക്കെട്ടുകളോട് കൂടിയിട്ടുള്ള കടലാണ് ഇവിടെ പ്രധാനമായിട്ടും കാണാനുള്ളത്. ഞങ്ങൾ പോയ ആ ഒരു ടൈമിൽ നല്ല കാറ്റായിരുന്നു, അതുകൊണ്ടാണോ എന്നറിയില്ല. അത്യാവശ്യം ഇന്ന് തിരക്ക് വളരെ കുറവായിരുന്നു. ഹെയർ ഒന്നും നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത തരത്തിലുള്ള കാറ്റായിരുന്നു അവിടെ. കാറ്റായതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും വന്ന് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടായിരുന്നു കണ്ടിട്ട്. സോ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ വീട്ടിലോട്ടേക്ക് മടങ്ങി. കാറ്റായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും എൻജോയ് ചെയ്യാനും സാധിച്ചില്ല. ഇനി ഞങ്ങളുടെ ഡിന്നർ സെറ്റ് ചെയ്യണം. പാവു ചിക്കൻ സൂപ്പാണ് ഇന്നത്തെ സ്പെഷ്യൽ. എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ സൂപ്പിന്റെ മേക്കിംഗ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഞാനിവിടെ ഒരു കുക്കറിൽ കുറച്ച് ചിക്കൻ പീസ് ഹാഫ് സവാള എടുത്തിട്ടുണ്ട്. അതിലോട്ടേക്ക് ഒരു വലിയ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിന് വെള്ളം, പിന്നെ അതിലോട്ടേക്ക് ഒരു ജിഞ്ചർ പീസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു 4 വിസിൽ അടിച്ചെടുത്ത ശേഷം നമുക്ക് അതിൻ്റെ പീസും വെള്ളവും സെപ്പറേറ്റ് മാറ്റി വെക്കാം. ഇന്ന് എന്നെ കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാൻ ഒരു അസിസ്റ്റന്റ് കൂടെ ഉണ്ട്. മുന്നേ വേവിച്ച് വെച്ച ചിക്കൻ എല്ലില്ലാതെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ തിളപ്പിച്ച വെള്ളത്തിൽ ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു മുട്ട എടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് കോൺഫ്ലോർ കുറച്ച് വെള്ളം ചേർത്ത് ഇളക്കിയെടുക്കാം. നമുക്ക് നമ്മൾ തയ്യാറാക്കുന്ന സൂപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ ചേർക്കുന്നുണ്ട്. ലെമണിന് പകരം നമുക്ക് വിനാഗിരിയും യൂസ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ നമ്മുടെ സൂപ്പ് തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്.